ഇപ്പോൾ ഈ സൗമ്യ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുഹമ്മദ് അഷറഫ് ടെലിഫോണിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പ്രഭാതമാണിത്, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ അന്വേഷണ നാളുകളൊക്കെ നടന്ന സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ. ഇപ്പോൾ ഈ കടുത്ത കൊടും കുറ്റവാളി ജയിൽ ചാടിപ്പോയി എന്നുള്ള വാർത്തയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നിയ ആദ്യ കാര്യം എന്താണ്? ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് ഇവൻ ചാടും ചാടും എന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാടും ഒരു മനസ്സിലേക്ക് ഇങ്ങനെ വരിക, ഇവൻ ചാടും എന്നിട്ട് ഞാൻ അന്വേഷിച്ച് പോവും എന്നൊരു മനസ്സിലിരിക്കും. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ ഒരു മനസ്സിലുള്ള ഒരു ബുദ്ധിയോ ഒരു തോന്നലുകളായിരിക്കും ചിലപ്പോ. എന്നാലും എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിരുന്ന ഒരു കാര്യമാണ്. ഞാനത് ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാടുന്ന ഒരു ബോധ്യം, അത് അവനെ കുറിച്ച് അറിയാവുന്നതിന്റെ ഒരു ബോധ്യത്തിന്റെ പേരിൽ എനിക്ക് മനസ്സിൽ അങ്ങ് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാൾക്ക് അങ്ങനെ എളുപ്പം ചാടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാരോ സഹായിച്ചു കൊടുത്താണെന്നുള്ള ഉറപ്പാണ്. കാര്യം ഇപ്പൊ ഏറ്റവും ജയിലിനകത്ത് പുതിയ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ തന്നെ ഹാൻഡിക്യാപ്ഡിന്റെ യാതൊരു കുറവുകളും അവനില്ല. അല്ല, ഇപ്പൊ വരുന്നത് ഏതാണ്ട് ഇന്ന് രാവിലെ 4:15 എന്റെ പൊളിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു ആറടി ഉയരമുള്ള അതിനനുസരിച്ച് സൈസുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്നെ പോലുള്ള 2-3 പോലീസ് ഓഫീസർമാര് ഇവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവന്റെ മുറിയാട്ട അല്ലെങ്കിൽ ഇവന്റെ ലൈവായിട്ടുള്ള കയ്യെ പിടിച്ചു ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾ വേർത്തു. അതാണ് അവന്റെ ആരോഗ്യസ്ഥിതി. അത്രയും ആരോഗ്യമുള്ള ആളാണല്ലേ അയാൾ? അപ്പൊ ആരോഗ്യമുള്ള ആളാണ് അവൻ. വളരെ ബ്രൂട്ടൽ കൂടിയാണ് അവൻ. ഞങ്ങളോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്വൈസ് എ വീക്ക്, ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യം എന്തായാലും ഒരു സ്ത്രീയായിട്ടോ ഒരു പുരുഷനായിട്ടോ ബന്ധപ്പെടണം. പിന്നെ മദ്യം, മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് അവന്റെ ഒരു നിശ്ചയമാണ്. അവന്റെ ഒരു സ്ഥിരം പരിപാടിയാണത്. അത് അവൻ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഈ പാൽപ്പായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടെറിഞ്ഞു പോരുമോ എന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞ വാക്ക്. ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത കാര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നല്ലോ. അദ്ദേഹം പറയുകയായിരുന്നു സുപ്രീം കോടതിയിലെ ഈ റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന വകുപ്പിൽപ്പെടുത്താവുന്ന ഒരു കേസിലേക്ക് ഈ കേസ് സംശയാതീതമായി തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സുപ്രീം കോടതിയിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ എനിക്ക് പറയാനുണ്ട്. കാരണം ഇതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കിൽ സിംഹഭാഗം ചെയ്തത് അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള് ഞാനായിരുന്നു. ഡോക്യുമെന്റേഷൻ വർക്ക് അറിയാലോ. അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചത്. പിന്നെ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷനും കുറേറ്റീവ് പെറ്റീഷനും ഒക്കെ കോടതിക്കകത്ത് പ്രോസിക്യൂട്ടറുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അറ്റോർണി ജനറലിന്റെ കൂടെ നിന്ന് ഇതിനെ അസിസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറാണ് ഞാൻ. അതിൽ എന്തൊക്കെ തെളിവുകളുണ്ട്, എന്തൊക്കെ തെളിവുകൾ ഇല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് കോടതി പറഞ്ഞൊരു കാര്യം, ഇത് സുപ്രീം കോടതിയിൽ ഇതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ ഉത്തരവ് പ്രകാരം ഞാനും ഡിവൈഎസ്പിയും പിന്നെ പ്രോസിക്യൂട്ടർ സുരേഷൻ സാറും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അന്നത്തെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ജോബി സ്കറിയ എന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും നാൾ വഴികൾ അല്ലെങ്കിൽ ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരുമായിട്ടാണ് ഷെയർ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് സർക്കാർ മാറും. സ്വാഭാവികമായിട്ടും സർക്കാർ മാറുമ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറും. അങ്ങനെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറി. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ മാറിയതോ പിന്നീടുള്ള കാര്യങ്ങളോ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ കേസിൽ വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നീടാണ് നമ്മൾ അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നതും കുറേറ്റീവ് പെറ്റീഷൻ കൊടുക്കുന്നതും. ശ്രീ അഷ്റഫ്, താങ്കൾ ഇപ്പൊ സർവീസിലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ 2022 ഫെബ്രുവരിയിൽ റിട്ടയർഡായി. ഈ അന്വേഷണത്തിന് ആവശ്യം വന്നാൽ താങ്കളൊന്ന് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ? തീർച്ചയായിട്ടും ഞാൻ എവിടെയും പോകും. കാരണം ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലാണ്. ഇതിനെ എന്തിനെ സഹായിക്കാൻ, ഇതിന് സർക്കാരിനെ സഹായിക്കാൻ എല്ലാ കാര്യത്തിലും എവിടേക്കും ഞാൻ പോകാൻ തയ്യാറാണ്. കാരണം ഇവന് മഹാരാഷ്ട്രയിലെ പൂനെയില് അതുപോലെ തന്നെ ആന്ധ്രയിലെ വിവിധ സ്ഥലങ്ങളിൽ, ആന്ധ്രയിലെ നക്സൽ ഏരിയ പ്രദേശങ്ങളായ കമ്മം കാര്യങ്ങൾ ഇവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതാ. ഇവിടെയൊക്കെ പിന്നെ ബന്ധങ്ങളും ഇവിടെയൊക്കെ കേസുകളും ഉണ്ടായിരുന്ന. പക്ഷെ എല്ലാ കേസുകളും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവന്റെ എല്ലാ കേസുകളിലും പ്രത്യേകം പേരുകളിലാണ് അറിയപ്പെടുന്നത്. എല്ലാം ഗോവിന്ദസ്വാമി എന്നുള്ള പേരിലല്ല അറിയപ്പെടുന്നത്, വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ വിവിധ പേരുകളിൽ എല്ലാ കേസുകളിലും അറിയപ്പെടുന്ന ഇവനെ ഈ കേസ് ഗോവിന്ദസ്വാമി തന്നെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇവന്റെ ഫിംഗർ പ്രിന്റിന്റെ ബേസിന്റെ അടിസ്ഥാനത്തിലാണ്. ചെന്നൈ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇവനെ ഈ എല്ലാ പേരുകളിലും അറിയപ്പെടുന്ന ആള് ഈ ഗോവിന്ദസ്വാമി ആണെന്ന് നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്തത്. അത് കൺവിഷൻ ആയിട്ടുള്ള 14ഓളം കേസുകളിൽ മാത്രമാണ് കൺവിഷൻ ആയിട്ടുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൺവിഷൻ ആകാത്ത കേസുകളോ ഫിംഗർ പ്രിന്റ് ട്രേസ് ആക്കാൻ പറ്റാത്ത കേസുകളോ നമുക്ക് ഇവനെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പൊ ഇവന് എല്ലാ ഭാഗങ്ങളിലും ബന്ധങ്ങൾ മീൻസ് മറ്റുള്ള ബന്ധങ്ങളല്ല, ഇവന് ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവന്റെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പെണ്ണിനും മദ്രാശിക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ മദ്യത്തിനും മദ്രാശിക്കൊക്കെ വേണ്ടി ഇവൻ എന്തും ചെയ്യും, ആരും ചെയ്യും. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്ന് പറയാൻ കാരണം ഇവൻ ഈ 14 വർഷക്കാലത്തോളം ഇപ്പോൾ സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ പുരുഷനുമായിട്ടോ ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാതെ ജീവിക്കുന്ന, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യസ്ഥിതിയിൽ ജീവിക്കുന്നവനാണ്. ഒടുവിൽ ആരും കാണാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ കണ്ടെത്തിയാൽ ഇവൻ ഉപദ്രവിക്കുന്നുള്ളത് എനിക്കറിയാവുന്നിടത്തോളം വളരെ സ്പഷ്ടമാണ്. ഇവൻ ഉപദ്രവിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ട്രയൽ നടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടർ മൊഴി കൊടുക്കാൻ വേണ്ടി കോടതിയിൽ കയറി മൊഴി കൊടുത്തുകൊണ്ടിരുന്നതിന് ശേഷം മൊഴി കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞാണ്, സാറേ അവൻ വല്ലാത്തൊരു നോട്ടാണ് എന്നെ നോക്കുന്നത്, പേടിയായിട്ട് വയ്യ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവനൊരു വല്ലാത്തൊരു നോട്ടാണ് നോക്കുന്നത്. അപ്പൊ കോടതിക്കകത്ത് വെച്ച് പോലും സ്ത്രീകളെ അത്തരത്തിൽ നോക്കുന്ന വളരെ നികൃഷ്ടനായ ഒരു ഹാബിറ്റൽ ഓഫീസറാണ് ഗോവിന്ദസ്വാമി. അപ്പോ അവനെ പേടിക്കണം, എല്ലാവരും പേടിക്കണം. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും സഹകരിക്കണം, ഇവനെ കണ്ടെത്താനുള്ള സഹായത്തിന് എല്ലാവരും സഹകരിക്കണം. പോലീസിനെ താങ്കളുടെ ഇത്രയും കൂടുതൽ ഈ ഗോവിന്ദസ്വാമിയെ അറിയുകയും ഈ കേസിൽ സുപ്രീം കോടതിയിലെ അറ്റോർണി ജനറലിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി പോയ ആളെന്ന നിലയിൽ ഈ കേസിന്റെ ABC അറിയാവുന്ന, നാൾവഴി അറിയാവുന്ന ആളെന്ന നിലയിൽ താങ്കൾ റെഡിയായിരുന്നുള്ളൂ. താങ്കളുടെ സഹായം ആവശ്യമായി വരും. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് അഷ്റഫാണ് ഈ സൗമ്യ കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഈ അപ്പീൽ റിവ്യൂ പെറ്റീഷൻ വരുന്നത്, അതായത് സുപ്രീം കോടതിയിൽ വധശിക്ഷ ഒഴിവാക്കുന്ന വരെയുള്ള കേസുകളിൽ വളരെ ക്ലോസായി ഫോളോ ചെയ്യും.